ഓക്കെ, നമുക്ക് വെയർ ഹൗസ് സേഫ്റ്റീനെ പറ്റിയിട്ട് ഡിസ്കസ് ചെയ്യാൻ കുറച്ച്. അപ്പോൾ നമുക്കറിയാം വെയർ ഹൗസ് എന്ന് പറയുന്നത് ഒരുപാട് സേഫ്റ്റി വെല്ലുവിളികളുള്ള ഒരു സ്ഥലമാണ് അല്ലേ. അവിടെ നമ്മൾ ഒരുപാട് ടൈപ്പ് ഓഫ് കൺസൈൻമെൻറ്റ്സ് ഹാൻഡിൽ ചെയ്യുന്നത് കൊണ്ടും, അതുപോലെ തന്നെ അവിടെ ഒരുപാട് ഹെവി മെഷീനറീസ്, വെഹിക്കിൾസ്, അതുപോലെ തന്നെ എക്യുപ്മെൻറ്റ്സും കാര്യങ്ങളൊക്കെ വരുന്നുണ്ടല്ലേ. അപ്പോൾ ഇതുകൊണ്ടൊക്കെ തന്നെ എന്താണ് ഒരുപാട് വെല്ലുവിളികൾ, അതായത് സേഫ്റ്റിയുടെ കാര്യത്തിൽ ഒരുപാട് വെല്ലുവിളികളുള്ളൊരു ഏരിയയാണ് വെയർ ഹൗസ് എന്ന് പറയുന്നത് അല്ലേ. സോ വെയർ ഹൗസ് സേഫ്റ്റിയുടെ കാര്യത്തിൽ നമുക്ക് ഒക്യുപ്പേഷണൽ സേഫ്റ്റി ആൻഡ് ഹെൽത്ത് അഡ്മിനിസ്ട്രേഷൻ, OSHA എന്ന് പറയും. ഓക്കെ, ഒക്യുപ്പേഷണൽ സേഫ്റ്റി ആൻഡ് ഹെൽത്ത് അഡ്മിനിസ്ട്രേഷൻ. ഇവിടെ കുറച്ച് എന്താ പറയുക, ഒരു 4 to 5 റെഗുലേഷൻസ് സ്ഥാപിച്ചിട്ടുണ്ട്. അതായത് ഇത്തരം റെഗുലേഷൻസ് വെയർ ഹൗസസിൽ മസ്റ്റായിട്ട് എന്ത് ചെയ്തിരിക്കണം, ഫോളോ ചെയ്തിരിക്കണം. ഓക്കെ, എന്തെന്ന് വെച്ചാൽ നമുക്ക് എന്താണ് ഈ ഒരു ഡേഞ്ചറസ് അതിന് എഗെയിൻസ്റ്റ് പ്രിവെൻഷൻ ആണ് എന്ത് വരുന്നത്, ഈ OSHAയുടെ ഇത്തരം റെഗുലേഷൻസ് കൊണ്ട് പറയുന്നത്. ഓക്കെ, സോ നമുക്കറിയാം ഇത്രയും ആക്സിഡൻറ്റ് റേറ്റുകൾ കൂടുതലുള്ളതാണ്. ഇപ്പോൾ അമേരിക്കൻ വെയർ ഹൗസസിൽ അവർക്കൊരു അപ്രോക്സിമേറ്റ് കണക്കുണ്ട്, ഇത്ര പെർസെൻറ്റേജ് ആക്സിഡൻറ്റ് റേറ്റ് ഇന്ന പീരീഡിനുള്ളിൽ നടക്കുന്നുണ്ട്. ഓക്കെ, നമുക്കിപ്പോൾ ഗൂഗിളിൽ കാണാൻ പറ്റും, ആമസോൺ, അവരൊക്കെ എന്ത് പറഞ്ഞിട്ടുണ്ടാവും, ഇത്ര ശതമാനത്തോളം ആക്സിഡൻറ്റ് റേറ്റുകൾ നമ്മുടെ വെയർ ഹൗസസിൽ സംഭവിക്കുന്നുണ്ട് എന്നുള്ളത് അത്തരം കണക്കുകൾ പുറത്തു വിട്ടിട്ടുണ്ട്. സോ അപ്പോൾ എന്താണ് OSHAയുടെ റെഗുലേഷൻസ്? അപ്പോൾ റെഗുലേഷൻസിൽ വരുന്ന ഫസ്റ്റ് വേർഡാണ് ഹസാഡസ് കമ്മ്യൂണിക്കേഷൻ. അതിന് ഇങ്ങനെയാണത് ഡിനോട്ട് ചെയ്യുന്നത്. സോ ഹസാഡസ് കമ്മ്യൂണിക്കേഷൻ ലൈക്ക് ഇപ്പോൾ നമ്മൾ പറഞ്ഞിട്ടുണ്ട് എന്താണ്, നമുക്ക് ഒരുപാട് കൈൻഡ് ഓഫ് ഡേഞ്ചറസ് ആയിട്ടുള്ള ഗുഡ്സ് ഉണ്ട്. നമുക്ക് 9 ക്ലാസിഫിക്കേഷൻ ഓഫ് ഡേഞ്ചറസ് ഗുഡ്സ് ഉണ്ടല്ലേ. അപ്പോൾ ഇത്തരം ഗുഡ്സും ഇവിടെ തന്നെയാണ് സ്റ്റോർ ചെയ്യുന്നത്, പല കൈൻഡ് ഓഫ് വെയർ ഹൗസസിലാണ് സ്റ്റോർ ചെയ്യുന്നത്. അപ്പോൾ ഹസാഡസ് ആയിട്ടുള്ള പ്രൊഡക്റ്റുകൾ അത് മറ്റ് പ്രൊഡക്റ്റുകളെ അപേക്ഷിച്ച് അത് ഡിഫറെൻ്റ് ആയിരിക്കുള്ളൂ. അതായത് ഇത് ഹാൻഡിൽ ചെയ്യുന്ന രീതി മറ്റ് പ്രൊഡക്റ്റുകൾ പോലെയല്ല. ഇത് എന്താണോ ആ ഒരു അതിൻ്റെ പ്രകൃതി എന്താണോ, അല്ലെങ്കിൽ എന്താണ് അത് എഫക്റ്റ് ചെയ്യാൻ പോകുന്നത്, എത്രത്തോളം അത് അപകടകരമാണ്, ഇതിൻ്റെയൊക്കെ എഗെയിൻസ്റ്റ് ആ ഒരു വെയർ ഹൗസിൽ അതിന് അനുസരിച്ചിട്ടുള്ള സേഫ്റ്റി മെഷേഴ്സ് വേണം. ഓക്കെ, അല്ലെങ്കിൽ എന്താണ് സ്പെഷ്യലി ട്രെയിൻഡ് ആയിട്ടുള്ള സ്റ്റാഫുകൾ വേണം, അല്ലെങ്കിൽ അതിന് മാത്രമായിട്ട് സ്റ്റോറേജ് ഫെസിലിറ്റീസ് വേണം, എക്യുപ്മെൻറ്റ് മെഷർമെൻറ്റ്സ് വേണം, അങ്ങനെ ഒരുപാട് റെഗുലേഷൻസ് ഉണ്ടാവും. അപ്പോൾ ഫസ്റ്റ് പോയിൻ്റാണ് ഇത് പറയുന്നത് ഹസാഡസ് കമ്മ്യൂണിക്കേഷൻ. ഇത്തരം പ്രൊഡക്റ്റുകൾ അല്ലെങ്കിൽ ഇത്തരം സംഭവങ്ങൾ വെച്ച് നമ്മൾ ഒരു വെയർ ഹൗസിൽ സ്റ്റോർ ചെയ്യുമ്പോഴോ, അല്ലെങ്കിൽ ഒരു വെയർ ഹൗസ് അതിൻ്റെ ട്രാൻസാക്ഷന് ഇടയാവുകയാണെങ്കിലോ ഇത് എങ്ങനെ ഹാൻഡിൽ ചെയ്യണം എന്നുള്ള പ്രോപ്പർ ഇൻസ്ട്രക്ഷൻസ് ആ വെയർ ഹൗസിലുള്ള എല്ലാവരും എടുത്തിരിക്കണം. അതുപോലെ തന്നെ അതിന് വേണ്ട എല്ലാ സേഫ്റ്റി മെഷേഴ്സും ആ വെയർ ഹൗസിൽ പ്രൊവൈഡ് ചെയ്തിട്ടുണ്ടാവണം. ഓക്കെ, ദെൻ നെക്സ്റ്റ് വണ്ണാണ് EAP, വിച്ച് മീൻസ് എമർജൻസി ആക്ഷൻ പ്ലാൻ. അതായത് പെട്ടെന്ന് ആ ഒരു വെയർ ഹൗസിൽ എന്തെങ്കിലും സംഭവിക്കുകയാണ്, ലൈക്ക് ഒരു തീപിടുത്തം ഉണ്ടാവുകയാണ്, അല്ലെങ്കിൽ ഇപ്പോൾ എന്തെങ്കിലും നാച്ചുറൽ ഡിസാസ്റ്റേഴ്സ്, ഇപ്പോൾ കൊടുങ്കാറ്റ്, അല്ലെങ്കിൽ വെള്ളപ്പൊക്കം, അല്ലെങ്കിൽ എന്താ പറയുക ഭൂമി കുലുക്കം, ഇത്തരം ആ ഒരു കൈൻഡ് ഓഫ് എന്തെങ്കിലും സംഭവിക്കുകയാണെങ്കിൽ അവിടുത്തെ എംപ്ലോയീസിൻ്റെ സേഫ്റ്റി ഉറപ്പുവരുത്തുന്ന രീതിയിൽ എന്ത് ചെയ്തിട്ടുണ്ടാവണം, വെയർ ഹൗസിൽ അതിനുള്ള ഫെസിലിറ്റീസ് പ്രൊവൈഡ് ചെയ്തിട്ടുണ്ടാവണം. ഓക്കെ, അത് ലൈക്ക് അവർക്ക് എന്താണ് അവിടെ നിന്ന് എസ്കേപ്പ് ചെയ്യാനുള്ളത്, എക്സിറ്റ് ചെയ്യാനുള്ള എന്താ പറയുക എക്സിറ്റ് ചെയ്യാനുള്ള ഏരിയാസ്, അല്ല അതുപോലെ തന്നെ സേഫ്റ്റി ഉറപ്പുവരുത്തുന്ന രീതിയിലുള്ള സ്പേസസ്. നിങ്ങൾ മേ ബി എവിടെയെങ്കിലും കണ്ടിട്ടുണ്ടാവും ഇങ്ങനെ എന്താണ് ഇൻ കേസ് ഓഫ് എർത്ത് ക്വിക്ക് സ്റ്റേ ഹിയർ, അല്ലെങ്കിൽ ഫയർ പോയിന്റ് എന്നൊക്കെ പറഞ്ഞ് കണ്ടിട്ടുണ്ടാവും അല്ലേ. ഇൻ കേസ് ഓഫ് ഫയർ എല്ലാവരും കൂടി അസംബിൾ ചെയ്യാനുള്ള രീതിയിലുള്ള ഒരു ഏരിയയൊക്കെ ഇത്തരം സ്ഥലങ്ങളിൽ പോയിൻ്റ് ഔട്ട് ചെയ്ത് കൊടുത്തിട്ടുണ്ടാവും. അപ്പോൾ അത്തരം കാര്യങ്ങളൊക്കെയാണ് ഇവിടെ വരുന്നത്, എമർജൻസി ആക്ഷൻ പ്ലാനിൽ വരുന്നത്. അപ്പോൾ ഇതൊക്കെ എന്താണ് വെയർ ഹൗസിൽ കീപ്പ് ചെയ്യേണ്ട വെയർ ഹൗസിൽ കീപ്പ് ചെയ്യേണ്ട റെഗുലേഷൻസ് ആയിട്ടാണ് എന്തിൻ്റെ അണ്ടറിൽ വരുന്നത്, OSHAയുടെ അണ്ടറിൽ വരുന്നത്. ഓക്കെ.